എൻ കോയ കിൽത്താൻ 1942 മാർച്ച് 5 ലക്ഷദ്വീപിലെ കിൽത്താനിൽ ജനിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഉപദേശക കമ്മിറ്റിയിലും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേശക സമിതിയിലും നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലിലും കിൽത്താൻ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയിലും അംഗമായിരുന്നു. ലക്ഷദ്വീപ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ്, കിൽത്താൻ സപ്ലൈ സൊസൈറ്റി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ലക്ഷദ്വീപ് സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി മെമ്പറും ലക്ഷദ്വീപ് സ്റ്റേറ്റ് വഖഫ് ബോർഡ് ചെയർമാനുമായിരുന്നു. വില്ലേജ് ദ്വീപ് പഞ്ചായത്ത് ചെയർപേഴ്സണായും ജോലി ചെയ്തിട്ടുണ്ട്. ഒരു റെസ്പെക്റ്റോടു കൂടി നാം എന്നതിലാണ് വിളിക്കേണ്ടത്. പേര് ചൊല്ലി വിളിപ്പേര്. ജീവിതത്തിൽ ഏതെല്ലാം ചികിത്സ നോക്കീന? ഇവിടെ അലോപ്പതിയില്ല. അല്ല, ഇവിടെ അലോപ്പതി ഉണ്ട്, പിന്നെ ആയുർവേദം, ഹോമിയോ, യുനാനി, അങ്ങനെയുള്ള എല്ലാ ചികിത്സയും തന്നെ ജീവിതത്തിൽ ചികിത്സ നടത്തിനി. ആയുർവേദം ചികിത്സ നടത്തിന. തൈലം പുരട്ടൽ അങ്ങനെ. അതെ, പിന്നെ ഡോക്ടറായിട്ട് കണ്ടാലും അലോപ്പതി ഡോക്ടറെ മാത്രം അരിഷ്ടങ്ങളെല്ലാം കുടിച്ചിന്. പിന്നെ ഡോക്ടറായിട്ട് കണ്ട അലോപ്പതി ഡോക്ടറെ മാത്രമാണ് മറ്റാണ് കണ്ടത്. അതും എന്നെ അസുഖത്വം കണ്ടത് ഹൈഡ്രോസിൽ തന്നെ. അതിന് പിന്നെ ഓപ്പറേഷൻ കഴിച്ച് പിന്നെ മറ്റസുഖങ്ങൾ എന്നെല്ലാം ഉണ്ടാഞ്ഞു. വേറെ അസുഖങ്ങൾ അല്ല, അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല. ഇപ്പം ഈ അക്കുപഞ്ചർ ചികിത്സ ഇതിനൊക്കെ ഉപയോഗിക്കുക. അക്കുപഞ്ചറിനെ പറ്റി അറിഞ്ഞ അങ്ങനെ ഉപയോഗിക്ക് അനൗൺസ്മെൻറ്റ് കേട്ടിട്ടാണ് ഉപയോഗിക്ക് ഇത് മനസ്സിലായ അക്കുപഞ്ചർ ചികിത്സ ഇവിടെ കിൽത്താനിലുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആക്കുപഞ്ചർ ചികിത്സ തേടി ഇഷ്ടത്തിൽ തേടി തന്നെ. അപ്പോൾ എന്നെല്ലാം അസ്വസ്ഥതകൾക്കാണ് ഈ അക്കുപഞ്ചർ ചികിത്സ തേടി വന്നത്. കാലൊരു മുളവയുണ്ട്. കാലൊരു മുളവയുണ്ട്. പിന്നെ വയറ്റിന്ന് പോകുന്നില്ല, ഒരു കോൺസ്റ്റിപ്പേഷൻ ഇല്ലേ, വയറിന് വയർ ബന്ധാകൽ അങ്ങനെ ഉണ്ടാഞ്ഞ. അത് അതിനോ പിന്നെ ഗുളിക കഴിച്ച് നീ ഗുളിക കഴിക്കണം. അപ്പം ആയുർവേദ ഗുളിക. അപ്പം ഗുളിക കഴിച്ചാലാണ് എങ്ങനെ ഗുളിക കഴിച്ചാൽ എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം. എല്ലാ ദിവസവും പോകാം? ദിവസം പോകാം. ഗുളിക എപ്പോൾ കഴിച്ചാൽ അന്നാണ് പോവുക, അതിലേക്ക് മറ്റാണ് പോകാം. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയാണ് അക്യുപഞ്ചർ ചികിത്സ തേടി വന്നത്. അപ്പോൾ ഊയക്ക് ഇപ്പം എത്ര ചികിത്സ കിട്ടീന? ഊയക്ക് ഇപ്പം അക്യുപഞ്ചർ ചികിത്സ എത്ര കിട്ടീന? 3 കിട്ടീന. 4മത്തേതാണ് ഇനി ചികിത്സിക്കേണ്ടത്. 4മത്തേത്. ഊയക്ക് ഈ 4 ചികിത്സയിൽ നിന്ന് ഈ 4 ചികിത്സ ഇപ്പോൾ 3 കിട്ടീന, 4മത്തെ കിട്ടുവാൻ പോട്ട് ഊയക്ക്. അപ്പോൾ ഊയക്ക് നേരത്തെ ഉള്ളതിൽ നിന്നും വ്യത്യാസം, അസ്വസ്ഥത, ബുദ്ധിമുട്ടുകൾക്ക് എന്തെങ്കിലും വ്യത്യാസം പന്നായിട്ട് ഉപയോഗിക്ക് തോന്നിട്ടി? 2 വർഷമായി മറ്റേ സുഖക്കേട് കഴിച്ചാൽ, ഗുളിക കഴിച്ചാൽ മാത്രം പേറ്റിന് പോകുന്ന ഒരു നാച്ചുറൽ വന്നത്. അത് ഇപ്പം 3-ാമത്തെ ദിവസം തന്നെ പേറ്റിന് പോയിട്ടുണ്ട്. ഗുളിക കഴിച്ചിട്ട് 2 കൊല്ലമായി ഗുളിക കഴിച്ചാൽ മാത്രം ഉപയോഗിക്ക് ബാറ്റിൻ്റെ ഫോണ്ടേഞ്ഞൻ ഇല്ലേ? ഇപ്പം ഇത് ഈ അക്യുപഞ്ചർ തേടി മുനിയാൻ തന്നെ 2 ഇത് നീഡിൽ ചെയ്ത് 3-ാമത്തെ ദിവസം തന്നെ ഉപയോഗിക്ക് സാധാരണ പോലെ തന്നെ ബാറ്റിന് പോയിക്കാം. അപ്പോൾ ആ ഒരു വയർ അസ്വസ്ഥത അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള അസുഖത്തിന് ഉപയോഗിക്കിപ്പോൾ മെച്ചം കൊണ്ട് ഇല്ലേ? മെച്ചം കിട്ടീന. അപ്പോൾ ഇനിയും കൂടുതൽ ഈ ചികിത്സ തുടരാൻ ആഗ്രഹിക്കണ്ടി? ഉപയോഗിക്കിപ്പോൾ ഇപ്പം മെച്ചം കിട്ടിയില്ലേ? അപ്പം ഈ ചികിത്സ ഇനിയും ഒരു പ്രാവശ്യം ഇങ്ങനെ അക്യുപഞ്ചറിസ്റ്റ് വന്നാൽ ഈ ചികിത്സ തുടരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം അക്യുപഞ്ചറിസ്റ്റ് അതിൻ്റെ നേരം അത് തീർച്ചയായിട്ടും അറിയിക്കും. അപ്പോൾ ചികിത്സ തേടാൻ തയ്യാറാണ്ട്. കാരണം അതിൽ നിന്ന് മെച്ചം കിട്ടിയായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ ഈ അസുഖങ്ങളെല്ലാം ഉണ്ടായി. 2-3 അസുഖമാണ് ഇപ്പോൾ പറഞ്ഞത്, ഇപ്പം മേജറായിട്ട്. അപ്പോൾ അതിൽ നിന്ന് മെച്ചം കിട്ടിയെന്ന് പറയാനുണ്ട്. അസ്വസ്ഥതയെല്ലാം മാറി. അപ്പോൾ ജനങ്ങൾക്ക് വീഡിയോ കാണേണ്ട. ഇപ്പോൾ ലക്ഷദ്വീപിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ വീഡിയോ കാണേണ്ട ആകാംക്ഷയോടുകൂടി തന്നെ തന്നെ കാണാൻ വേണ്ടി ആളുകൾ ഈ വീഡിയോ നോക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണേണ്ട ആളുകളെ കൂടെ എന്നെയാണ് ഫറവാങ്ങുള്ളൂ. ആളുകൾ എന്നെ ഉപദേശമാണ് കൊടുക്കാവുള്ളൂ. ഇവിടെ പ്രോത്സാഹിപ്പിക്കണം. ഈ അക്യുപഞ്ചറിസ്റ്റുമാരെ പ്രോത്സാഹിപ്പിക്കണം. കാരണം അതിനുള്ള സൗകര്യങ്ങൾ നാട്ടിലുണ്ടാകണം. പബ്ലിക്കിന് കിട്ടണം.
വളരെ ചില കാര്യമായിട്ട് ചിലവ് യാതൊന്നും ഇല്ലതാണ്. ചിലവ് താരതമ്യേന കുറവാണ്, വേദനയും കുറവാണ്, വരുത്തവും കുറവാണ്. പിന്നെ ശരീരത്തിന് മറ്റ് ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ലളിതമായി നടത്തേണ്ടതാണ് ഈ ചികിത്സ. അതുകൊണ്ട് എല്ലാവരും ഈ ചികിത്സ തേടണം. അക്യുപഞ്ചറിസ്റ്റുമാരെ നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കുകയും വേണം എന്നാണ് ജനങ്ങളെ കൂടെ ഉള്ള പറവാങ്ങുള്ളത്. പിന്നെ ഇനി ഏതും പറവാങ്ങുണ്ടാ, ഇനി ഏതും പറ്റിയതും പറവാങ്ങുണ്ടാ? ഏതും പറവാങ്ങില്ല. അപ്പം പഠിച്ചവനെ കൃപ കൊണ്ട് അങ്ങനെ നല്ല രീതിയിൽ പോയപ്പോൾ